ഹലോ ഫ്രണ്ട്സ്, കാശി സ്റ്റെപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ ഇനി ക്രിസ്മസ് ഒക്കെ അല്ലായിരുന്നു, അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട്. ഒരു പപ്പായ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനിവിടെ ഒരു ചെറിയ പപ്പായ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. നമുക്കറിയാമല്ലോ, ട്യൂട്ടി ഫ്രൂട്ടിയുടെ ഒക്കെ ഒരു ചെറിയ ചെറിയ സ്ക്വയർ പീസസ് അല്ലേ, അപ്പോൾ അതുപോലെ നമുക്കിതിനെ മുറിച്ചെടുക്കാം. ഇനി നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ പപ്പായ ഇവിടെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ പീസാക്കാം. ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. അതേ നമ്മൾ പപ്പായ എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം വേവിച്ച പപ്പായ വെന്ത് പോവും. അതുകൊണ്ട് 2 മിനിറ്റ് മാത്രമേ ഇത് ഈ തിളച്ച വെള്ളത്തിൽ ഇടാവുള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ പപ്പായ എല്ലാം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം പഞ്ചസാര ലായനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. ഈ സിറപ്പിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പഞ്ചസാര ലായനിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് വെക്കാം. ആ സിറപ്പൊക്കെ അതിലേക്കൊന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 10 മിനിറ്റ് മാറ്റി വെക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ 3 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഗ്രീൻ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 തുള്ളി കളർ ചേർത്താൽ മതി. ഇതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി കളറൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് 1/2 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നല്ല വെയിലത്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും. ഒരു പപ്പായ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്